ഇതെന്തുവാ? ഇതേത് ജീവിയാ? ആന. ആന. ഇതിന്റെ ഇംഗ്ലീഷ് എന്തുവാന്ന് ആർക്കെങ്കിലും അറിയാമോ? ആർക്കും അറിയില്ല? എലിഫന്റ്. സ്പെല്ലിംഗ് ഞാൻ പറഞ്ഞുതരാം. ELEPHAN. കർത്താവേ, എനിക്ക് ചോറിഞ്ഞു പറയണം. ഒരു ഉത്തരവാദിത്വം ഇല്ലാന്ന് പറഞ്ഞാൽ കുറെ കഴുതകള് എന്തായാലും കാര്യം പറഞ്ഞാൽ കൃത്യമായിട്ട് ചെയ്യാൻ ഒരെണ്ണത്തിനും കൊള്ളൂല എന്നുള്ളതാണ്. പോത്തിനടുത്തെല്ലാം പറഞ്ഞാൽ അത് പിന്നെ ഭേദമായിരുന്നു. അതിപ്പോ പറഞ്ഞിട്ട് എന്താ ക്ലീറ്റോ കാര്യം? പാർട്ടിക്കാരോട് തന്നെ പോയി പറയണം. ഇവിടെ ഒന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആരാ പാർട്ടിക്കാര്? ഞാൻ പാർട്ടിക്കാരോടല്ല പറയണത്. പാർട്ടിക്കാരൊക്കെ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ ചവിട്ടി കൂട്ടിയെടുത്ത് വെളിയിൽ കളഞ്ഞാനെ. പിന്നെ ആരോടാ പറയണത്? ഞാൻ നിന്റെ കാര്യം തന്നെ പറയണത്. എന്റെയോ? ചെയ്യണ കാര്യങ്ങൾ കുറച്ചൊക്കെ ഉത്തരവാദിത്തം വേണം കേട്ടോ. അതങ്ങ് വന്ന് എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് കാട്ടി കൂട്ടുകയാണ്. കഷ്ടമാണ്. ഒരു കല്ലിൻ്റെ അടുത്ത് പറഞ്ഞാൽ അത് പിന്നും വൃത്തിയായിട്ട് കാര്യങ്ങൾ ചെയ്യില്ല. ഇതെന്താണ് ഈ കാണിച്ചു വെച്ചേക്കണേടി? എടി, ഞാൻ ഇന്ന് വൈകിട്ട് പ്രസംഗത്തിൽ ഇട്ടുകൊണ്ട് ഉള്ള ഷർട്ടാണ് ഇത്. ചെളി അല്ല, കഴുത തേച്ച് വെച്ച ഷർട്ടാണ്. നീ ഇത് തേച്ചതാണോ? ഇത് തേച്ചാണ് അടി. ഹാങ്ങറിൽ തന്നെ കയറി കിടന്നോ ഷർട്ട്? ഇങ്ങനെയാണോ തേക്കണത്? ഇങ്ങനെയാണോ തേക്കണത്? ചുളുക്ക് ഈ ചുളുക്കും തേച്ച ഷർട്ട്. അങ്ങനെ ചുളുക്കൊന്നുമില്ല അതിനകത്ത്. എന്താ പിന്നെ നിങ്ങളിങ്ങനെ സൂക്ഷ്മദർശിനി വെച്ച് നോക്കാൻ പോവല്ലേ? നീ കണ്ണോട് നോക്ക്. ഇത് ടിവിയിലെ ചാനലിലൊക്കെ ഇങ്ങനെ കവർ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, ഈ ചുളുക്കെല്ലാം അറിയാൻ പറ്റും. അഴുക്കത എവിടെയൊക്കെ ഇരിപ്പുണ്ട്. ഒറ്റ അഴുക്കുണ്ടാവും. അതെത്തി സൂപ്പർ വൈറ്റ് മുക്കാൻ പറഞ്ഞ ഒന്നേ അങ്ങേറ്റം. ഇന്നാൾ ഒത്തിരി മുക്കാൻ പറഞ്ഞ എന്റെ നാണക്കേട് ഞാൻ അനുഭവിച്ചു. എന്താ ആ ഷർട്ട് സൂപ്പർ വൈറ്റ് മുക്കിയിട്ട് ഞാൻ വെളിയിറങ്ങിയപ്പോൾ സൂപ്പർ ബ്ലൂ ആയിട്ടിരിക്കുന്നു. ഒടുവിൽ കണ്ട ആളുകൾ ഇരിക്കണം, നീ പാർട്ടി മാറി അത് മറ്റന്മാരെ കൊടിയുടെ കളർ ഷർട്ട് ഇട്ടുകൊണ്ട് കിടക്കുന്നതിന് എന്നെ തൊലയ്ക്കാനായിട്ട്. അതെ, ഇങ്ങോട്ട് വന്നേ. അതൊന്നും കൂടി തേച്ചാ മതി. അതിനൊന്നുകൂടെ തേക്ക. ഇനി വാ, നിനക്ക് തേക്കാൻ ഞാൻ പണി പറയണ അനുസരിച്ചാൽ ഞാൻ വാ. നിനക്ക് തേക്കാൻ നിന്നെ കൊണ്ട് തേക്കാൻ പറ്റൂലെന്ന് ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വാ. വാശി കാണിക്കണം. ചില കാര്യങ്ങളിൽ ഇച്ചിരി വാശി വേണം. നിനക്കിത് തേക്കാൻ അറിയാം. നിനക്ക് ഓൺ ചെയ്ത് ഞാൻ തേക്കാൻ പറ്റുമെന്ന് അറിയട്ടെ. തേക്കടി. എന്നെ കൊണ്ട് പറ്റുമല്ലെന്ന് ഞാൻ നോക്കട്ടെ. അയ്യോ, എടുത്ത അങ്ങനെ ഇടാതെ അങ്ങോട്ട് ഇതേ ഇവിടെ ഇങ്ങനെ കൊടുക്കരുത്. ചൂടായാ നോക്കിയതാ വെട്ടി. ചൂടാൻ ഇങ്ങനെ എന്റെ നെഞ്ചത്തോട്ട് വേടി നീ ചൂടായാ നോക്കണത്. ഒരു തേപ്പൊട്ടി മുട്ടിപ്പോഴ മരിക്കാൻ തുടങ്ങി. അടുക്കളയിൽ വന്ന ചട്ടിക്കലൊക്കെ മുട്ടുമ്പോഴുള്ള വേദന എനിക്കറിയാം. പിന്നെ നീ ചട്ടിക്കകത്ത് കയറിന്നല്ലേ വേവിക്കണത്? അല്ല, അതെ മതി, നീ ഉണ്ടാക്കിയത് ഇങ്ങോട്ട് മാറും. അതല്ലേ ഞാൻ ചെയ്തോളാം. അത് തന്നെയായിരുന്നല്ലോ നിന്റെ ആഗ്രഹം. അതെ, അതിനെ കൊണ്ട് ചെയ്യിക്കാം. എനിക്ക് വേറെ പണിയുണ്ട്. ചെയ്യാൻ പറ്റൂല എന്ന് പറയണം. അതായത് എങ്ങനെയും കാട്ടിക്കൂട്ടി വെച്ചിട്ട് കാര്യമില്ല. അവിടെ ഒരാൾ നിൽപ്പുണ്ട്, അങ്ങോട്ട് ചോദിക്കാതെ അമ്മ കാണിച്ചു തരും. ഓനക്ക് മതവിളകണതേ മതവിളകി ആന. എനിക്ക് പോയ ഓരോ മെനക്കട ഉണ്ടാക്കാനായിട്ട് എന്തോ തങ്ങ നീ ഇതുവരെ നടക്കാൻ പഠിച്ചില്ലേടി? കഷ്ടം തന്നെ. മെല്ലെ എഴുന്നേക്ക്. മെല്ലെ തക്കളി വിട്ടെ മെല്ലെ. ആ സൈഡിൽ പോ. അതവിടെ കിടക്കട്ടെ. അമ്മ പിടിക്കടി അങ്ങോട്ട്. നല്ല പിടിക്കും. ചിന്നറക്കല്ലേ ചാട്ടൻ. അവിടുന്ന് ചാടിക്കൊണ്ടല്ലേ വന്നത്. കുഴപ്പമുണ്ടോ? കാര്യം ചെയ്. നിക്ക്. തക്കളി തോളി പിടി. മെല്ലെ കയറി. കുഴപ്പമില്ലല്ലോ. കുഴപ്പമുണ്ടോ? മെല്ലെ നടുവിന്റെ ഡിസ്ക് കുഴപ്പമുള്ള ആളാണ്. ആശുപത്രി ഇപ്പൊ ഡോക്ടറെ കാണിച്ചിട്ട് പറഞ്ഞതാ. മെല്ലെ പോട്ടെ. പിന്നെ വേദന ഇല്ലേ? മെല്ലെ ഇറങ്ങി നമുക്ക് കിട്ടണ്ട. മെല്ലെ ഇറങ്ങി വാ. മെല്ലെ ഇറങ്ങ്. നീ കൈ വിട്ടേ. നോക്കി എന്റെ അമ്മ. എല്ലാം ഒന്ന് ഇറങ്ങിക്കോട്ടെ. വീട് അങ്ങനെയല്ലേ വീണേക്കണത്. നല്ല അടക്. വർഷം കുറയായി ഇതുവരെ നടക്കാനും. അല്ല നീ വലിക്കല്ലേ, അത് നടുവ് പിടിക്കല്ലേ. എക്സ്റേയും രക്തം പരിശോധിക്കണം. ഈ എല്ലിന് ഈ കുലുക്കം വന്നതിന് ബ്ലഡ് പരിശോധിക്കണം. ഞാൻ നോക്കണം. ആശുപത്രിക്കാരന്മാർ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ്. ഒന്നുമില്ല,
ഞാൻ തലയിൽ തരണം. വേണ്ട 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 തൊടണ്ട അവിടെ ഹലോ ആ സാറേ ഒന്നുമില്ലടാ ഇത് മറ്റേ നടു ചെറുതായിട്ടൊന്ന് വിലങ്ങി ഇല്ല റെസ്റ്റ് വേണം ഡിസ്കിൻ്റെ അതിന് ചെറിയൊരു ഇതുണ്ട് ഒരാഴ്ച റെസ്റ്റ് എടുക്കണോ ആ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇപ്പം ഞാൻ നിന്നല്ലേ പറ്റൂ ആ പാർട്ടി എന്ന് പറഞ്ഞാൽ ഇപ്പം ഇവിടുത്തെ സാഹചര്യം വേലക്കാരിയെന്ന് വെച്ചാൽ ശരിയാവില്ല ആ പിന്നെ ഇനി ഹോം നേഴ്സ് കൊള്ളാം നമ്മുടെ നാട്ടിൽ കാണണമല്ലേ ഓരോ ദിവസം ഓരോന്ന് നടക്കണ കാര്യങ്ങൾ ആ ശരി ഇല്ല അത് പാർട്ടിയുടെ ഞാൻ പ്രസിഡന്റിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പം ബാക്കിയുള്ള അണികളൊക്കെ പഠിച്ച് വരട്ടെ അവരും കാര്യങ്ങൾ പഠിക്കട്ടെ എപ്പോഴും നമ്മളെ നോക്കി ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നടക്കുമല്ലോ ശരി എന്നാൽ ഓക്കെടാ അതെ എന്ത് ചാട്ടമായിരുന്നു രാവിലെ ആദ്യം നിന്റെ ഈ ചാട്ടവും ഇതും ദേഷ്യവും ഒന്ന് കുറയ്ക്കുന്നുണ്ടോ ഇനിയിപ്പോൾ ഞാൻ പ്രാഗിയതാണ് കുറ്റം അല്ല നീ എന്നോട് ദേഷ്യവും കാണിച്ചിട്ട് ഓടിപ്പോയതല്ലേ ആ വീണത് മതകളകിയത് ആർക്കാ മതകളകിയത് ഇപ്പോൾ മതകളകിയത് അതെ നീ കൂടുതൽ ഇരുന്ന് വർത്താനം പറഞ്ഞിട്ട് അത് ഇരിക്കണ്ടെന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ ഒന്ന് കിടക്കുക അടുക്കളയിലെ പണി അവിടെ കിടന്നോട്ടെ എൻ്റെ പൊന്നെ നീ അതൊക്കെ എന്തെങ്കിലും ചെയ്യാം ആദ്യം നീ എഴുന്നേറ്റ് പോയി കിടക്കണം റെസ്റ്റ് എടുക്ക് ഇനി അതിൻ്റെ ഒരു കുറവേ ഉള്ളൂ ഇവിടെ ഉള്ള തലവേദനയൊന്നും പോരാ ഹോം നേഴ്സിന് എടി അതൊക്കെ ഞങ്ങൾ ചെയ്തോളാം മെല്ലെ എഴുന്നേക്ക് അങ്ങോട്ട് ഹോം നേഴ്സിനെ വെച്ചിട്ട് വേണം പിന്നെ അവളെ നോക്കാൻ ഇനി ഒരാളിനെയും കൂടെ വെക്കാൻ ഇത് രാവിലെ അല്ലേ ആ ഇത് രാവിലെ ആ അമ്മയുടെ ഗുളിയെല്ലാം കൊടുത്തോ ആ ഇനി ഇതാ ഇത് രാവിലെ അല്ലേ ഡാഡി ഇത് ഡോക്ടർ വിളിക്കുക ഇത് രാവിലെ അത് രാവിലെ ഉള്ളതാ ഇനി ആഹാരം കഴിച്ചിട്ട് ഓ എല്ലാം അറിയാം ഡോക്ടർ എങ്ങനെയുണ്ട് ഇപ്പോ വേദന ഉണ്ടെന്നേ വേദന മാറണില്ല ഇങ്ങനെ ഇരിക്കുമ്പോ ഒരു സുഖമുണ്ട് കിടക്കുമ്പോഴാണ് ഭയങ്കര വേദന ആ പക്ഷേ അധികം ഇരിക്കരുതെന്നാ ഡോക്ടർ പറഞ്ഞത് കിടന്നു എനിക്ക് മതിയായി എന്തൊക്കെയായിരുന്നോ ചാട്ടം എന്തായിരുന്നു മതവിളകിട്ട് പോയുള്ള പോക്കല്ലേ അത് ഞാനല്ലേ ചോദിച്ചത് ആര് ചോദിച്ചാൽ ആന മതവിളകി എങ്ങനെയാണെന്ന് ഇപ്പൊ കാണാൻ പറ്റില്ലേ കളികള് ചുമ്മാ എന്തായാലും കൊള്ളാം കൊള്ളാം ഇനിയിപ്പോ തന്നെ പണിതോ എനിക്ക് അനങ്ങാൻ പറ്റില്ല സത്യത്തില് നീ അതിനു വേണ്ടിയൊക്കെ തന്നെയാണ് ഈ കാണിക്കുന്നത് അതിനുവേണ്ടി അവിടെ പോയി വീണതാ ഞാൻ കഷ്ടം തങ്ങ എന്താ ചെയ്യണേ നടക്കാനും പഠിച്ചില്ല കാലും കുറച്ചില്ല അതെ ഒരാഴ്ച എന്ന് പറയണത് 7 ദിവസമാണ് ഇന്ന് ഒന്നാമത്തെ ദിവസം അങ്ങോട്ട് തീരണില്ല അതാ എന്ത് ചെയ്യും എന്നാൽ ഈ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കാന്ന് പറഞ്ഞാൽ അതൊന്നും നടക്കുന്ന കാര്യമല്ല പിന്നെ തുണിയൊക്കെ എങ്ങനെയാണെങ്കിലും കഴുകിയിടാം കൊച്ചിനെ ഞാനും കൂടെയൊക്കെ ചേർന്നിട്ട് അത് ചെയ്യാം അതെ മറ്റേ മേരി ചേച്ചി എടുത്ത് പറഞ്ഞ പരിപാടി മേരി ചേച്ചിയുടെ മോള് പ്രസവിക്കാൻ കിടക്കുക ബേബി ചേച്ചി ആണെങ്കിൽ അങ്ങനെ പോവാറില്ല അല്ല അതെ ഒന്ന് എന്തെങ്കിലും ഫുഡൊക്കെ വെച്ച് തന്നിട്ട് പോയാൽ നടക്കൂല അവരെ ഈ അവസ്ഥയിൽ വിളിക്കണത് മോശം ചിന്നോ നാളെ ഒന്നും പറഞ്ഞ് പ്രസവിക്കാനിരിക്കണം അത് നിങ്ങൾ പഠിക്കണം ഞാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു വിലയില്ലല്ലോ ഓ നീ ആവശ്യമില്ലാതെ ഷർട്ട് ഇച്ചിരി ചുളുങ്ങിയിരുന്നപ്പോഴല്ലേ എന്തായാലും ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ അതിനെ പിടിച്ച് വഴക്കാക്കിക്കോണം ചുമ്മാ പറഞ്ഞതാ ക്ലീറ്റോ മനുഷ്യന്റെ മനപ്രയാസമൊന്നും നിങ്ങൾക്ക് അറിയണ്ടല്ലോ നമ്മൾ വീട് കടന്നാൽ പിന്നെ അങ്ങ് കിടന്നതായി മരി ഞാനേ ക്ലാരയൊന്ന് വിളിച്ചാലോ ക്ലാര വന്നാൽ നല്ലതായിരുന്നു പക്ഷെ അളിയ സമ്മതിക്കൂല ക്ലീറ്റോ ഉണ്ടല്ലേ എങ്ങനെ എന്ത് ചെയ്യുമെന്നുള്ളതാണ് ഞാൻ നമുക്ക് ഈ പറഞ്ഞ വരെ ആരെങ്കിലും ഒക്കെ വിളിച്ച് നിർത്തിയാൽ ഞാൻ പറയണത് എനിക്ക് തോന്നുന്നു ഹോം നേഴ്സിനെ തന്നെ നോക്കാന്നാ വേറെ ആരും വേണ്ട ഹോം നേഴ്സ് എവിടെയെങ്കിലും കിടക്കണം എവിടെയെങ്കിലും വിളിച്ചുകൊണ്ട് നിർത്തിയിട്ട് 2 ദിവസം കഴിയുമ്പോൾ പിന്നെ അവൾക്ക് ഇരിക്കാനും നിൽക്കാനും അവൾക്ക് വെച്ച് കൊടുക്കണം അപ്പം അതിനെ നോക്കാം അടുത്ത വേറെ ഹോം നേഴ്സിനെ നമ്മൾ ഇവിടെ സ്ഥിരതാമസമാക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ ഒരാഴ്ചത്തെ കാര്യമല്ലേ ഉള്ളൂ അതൊന്നും ശരിയാവില്ല തങ്കം പിന്നെ എന്താ ചെയ്യണേ ക്ലീറ്റോനെ കൊണ്ട് തന്നെ പറ്റുമോ ഞാനേ അല്ലെങ്കിൽ പിന്നെ ഞാൻ പതുക്കെ നടന്ന് എന്തെങ്കിലും ചെയ്യുന്ന ഐഡിയ എൻ്റെ മനസ്സിലുള്ളത് നമുക്ക് അമ്മയെ വിളിച്ചിട്ടൊന്ന് കുറച്ച് ദിവസം ഒന്ന് വന്ന് നിൽക്കാൻ പറഞ്ഞു നോക്കിയാലോ അമ്മേനെയോ ആ പിന്നെ പ്രായമായ അമ്മ ഇവിടുത്തെ പണി മുഴുവൻ എടുത്തുകൊണ്ട് നടക്ക് പണി എടുക്കണ കാര്യമല്ല അമ്മ വന്നു കഴിഞ്ഞാൽ എനിക്കൊരു ധൈര്യമാവും ഇവിടെ ഒരാളുണ്ട് എന്നുള്ള എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം അമ്മ വേണ്ട ജമന്തി വന്ന് കേട്ടോ അതാകുമ്പോ ക്ലീറ്റോ ഒരു കൈ സഹായം നന്നായി പിന്നെ നിന്റെ ആങ്ങളയ്ക്ക് പിന്നെ അവിടെ തുറന്നതിനും പിടിക്കുന്നതിനും കൈയാൾ വേണം അവന് മറ്റേ ടെസ്റ്റർ എടുത്തു കൊടുക്കാൻ പിന്നെ ആൾ വേണം അവൻ ഇപ്പോഴും അറിഞ്ഞുകൂടാത്
അത് വേണ്ട, എനിക്ക് തോന്നുന്നു അമ്മയാകുമ്പോ വേണ്ട ക്ലീറ്റോ, നമ്മുടെ ഈ തൊട്ടേനും പിടിച്ചതിനൊക്കെ അമ്മേനെ വിളിച്ച് അതിനെ ബുദ്ധിമുട്ടിക്കണേ എന്തിനാ? പ്രസവിച്ച് നിന്റെ അമ്മയാണ് വിളിക്കുന്നത്. ഞാൻ ചോദിച്ചോട്ട് എന്തേലും ഒരു കാലത്ത് തക്കിളിക്ക് എന്തേലും ഒരു ഇത് ആയിന്ന് വെച്ചോ, അപ്പം നീ നിൽക്കൂലേ? പറയുമ്പോൾ നീ പോവാതിരിക്കുവോ? ഇല്ലല്ലോ. എന്തെങ്കിലും ചെയ്യും. ഞാൻ പറയുമ്പോഴത്തേനും എന്തെങ്കിലും ഉദാഹരണം ഇങ്ങോട്ട്. അമ്മയാ നല്ലത്. ഞാൻ നോക്കിയിട്ട് അമ്മയാകുമ്പോൾ വന്ന് നിന്ന് ഒരാളായി ഇനിയിപ്പോൾ അവർക്ക് പറ്റണത് ചെയ്താൽ മതി. എനിക്കും ഒരു മനസ്സിലൊരു ബലമാണ്. കാര്യം പറയട്ടെ, പാലായിന്ന് അപ്പച്ചനും അമ്മച്ചനെ കൊണ്ടുവന്നാട്ടെ. ഒരൊറ്റ ഇടി ഞാൻ ഇടിച്ചു തരും. എന്തായാലും പറയുമ്പോൾ പിന്നെ ഉടനെ അങ്ങ് തമാശ കളിക്കാം. ഞാൻ അമ്മയെ വിളിക്കാൻ പോവാം. കിടക്ക് കിടക്ക്. നിക്ക് അങ്ങനെ വെക്കല്ലേ. ഞാൻ ആദ്യം പിടിച്ചേ. അമ്മ വന്നാലേ ശരിയാവും ഇത്. നിക്കടി, ഞാൻ കിടക്കട്ടെ ഡോക്ടറെ. എന്റെ അമ്മേ, അല്ലേ ആ കാലെടുത്ത് അങ്ങോട്ട് വെച്ചു കൊടുക്ക്. തടോ ഒന്നും വേണ്ട എന്റെ പൊന്നെ. നീ വേണമെങ്കിൽ ഇവിടെ കിടന്ന് അമ്മ എടുത്തിച്ചിട്ട് ബെല്ലടിക്കുന്നുണ്ടല്ലോ, എടുക്കണില്ല. ബെല്ലടിക്കുന്നുണ്ട്, എടുക്കണില്ല. ആ എങ്ങോട്ട് വിളിക്കും? ഹലോ. നിർബന്ധിക്കണ്ട. ഒന്നുമില്ലളിയാ, സുഖാണോ? ഉണ്ട്, എല്ലാവരും ഉണ്ട്. അമ്മയുണ്ടോ അവിടെ?